ഹലോ, ഇന്ന് രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നു, പാലൊക്കെ കാച്ചി ചായക്കുള്ള വെള്ളമൊക്കെ വെച്ച് ചായയൊക്കെ ഇട്ടു. വേട്ടനുള്ള കാപ്പി എനിക്കുള്ള ചായയൊക്കെ ഒന്ന് റെഡിയാക്കിയ ശേഷം സമാധാനത്തിൽ ഇരുന്നിത്തിരി ചായയൊക്കെ കുടിച്ചിട്ടോ. രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്ന ഒരു ഇത് കുറച്ച് ദിവസമായിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ 2 ദിവസമായിട്ട് പിന്നെ ആ റൊട്ടീനിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നേരത്തെ എഴുന്നേൽക്കുമ്പോൾ നേരത്തെ കാര്യങ്ങളൊക്കെ സമാധാനത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ചായയൊക്കെ ഒന്ന് ഇരുന്ന് കുടിക്കുകയാണ്. അപ്പോൾ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞായിട്ട് ഞാനൊന്ന് എന്തായാലും അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നന്ദൂട്ടിക്ക് സ്കൂളില്ലാത്തതുകൊണ്ട് വേറെ 2 ആൾക്ക് മാത്രം പോയാൽ മതി. അപ്പോൾ ഒരു 8:30 മണിയാകുമ്പോഴത്തേനും നമുക്ക് ഫുഡൊക്കെ ആയാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും സമാധാനത്തിലൊന്ന് അമ്പലത്തിലൊക്കെ പോയി തൊഴുതിട്ട് വന്നു, പ്രസാദമൊക്കെ വാങ്ങി വലമൊക്കെ വന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിലോട്ടൊക്കെ പോകുമ്പോൾ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നാൽ പിന്നെ നേരെ ഫുഡ് ഉണ്ടാക്കണം. അടുക്കളയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ പാലൊക്കെ കാച്ചാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് ചപ്പാത്തി ഉണ്ട് കേട്ടോ, പിള്ളേർക്ക് കൊടുത്തു വയ്ക്കണം. അപ്പോൾ രാവിലെയും ചപ്പാത്തി കഴിച്ചിട്ട് സ്കൂളിലോട്ട് ചപ്പാത്തി തന്നെ കൊടുത്തു വിടാമെന്നാണ് വിചാരിക്കണം. അപ്പോൾ ഇന്ന് ചോറും കറിയൊക്കെ പിന്നെ സ്കൂളിലോട്ട് ഇവരൊക്കെ പോയിട്ട് വെക്കണുള്ളൂ കേട്ടോ. പിന്നെ ചപ്പാത്തിക്ക് കറിയായിട്ട് ഞാൻ വെജിറ്റബിൾ കുറുമയാണ് ഉണ്ടാക്കണം. അപ്പോൾ വെജിറ്റബിൾ കുറുമയൊക്കെ ഉണ്ടാക്കാനായിട്ട് കുറച്ച് ക്യാരറ്റും ബീൻസൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ക്യാരറ്റും ബീൻസും അതുപോലെ തന്നെ കുറച്ച് പീസ് കൂടി ഉണ്ടായിരുന്നു, അതുകൂടി മാത്രം ഇട്ടിട്ടാണ് വെജിറ്റബിൾ കുറുമ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് സ്കിപ്പ് ചെയ്താലും ടേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ കുറുമ വയ്ക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ വെജിറ്റബിളൊക്കെ അരിഞ്ഞ് കുറച്ച് സവാളി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലയൊക്കെ ഒന്ന് വഴറ്റിയിട്ട് വെജിറ്റബിളും കൂടി ഇട്ടൊന്ന് വേവിക്കും. പിന്നെ ഞാൻ തേങ്ങ അരയ്ക്കുന്നതിൻ്റെ കൂടെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി അതുപോലെ തന്നെ കുറച്ചുകൂടി സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് ഞാൻ കുറച്ച് പൊട്ടുകടലയും കൂടി ഇടും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. തേങ്ങയും പൊട്ടുകടലയും കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഹോട്ടലിലൊക്കെ നമുക്ക് കഴിക്കുന്ന പോലത്തെ ആ ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. എന്നിട്ട് ഞാൻ തേങ്ങയൊക്കെ അരച്ച് വെച്ചിട്ട് പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് ഉപ്പും പാകത്തിന് ഇട്ട് കൊടുത്ത് നമ്മുടെ വെജിറ്റബിൾ കറി റെഡി. പിന്നെ കുറച്ച് കടുകും കൂടി വറുത്തിടാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചപ്പാത്തിയൊക്കെ ഒന്ന് ചുട്ടെടുക്കണം. അപ്പോൾ ചപ്പാത്തി കാണിച്ച് ഇവിടെ ഒരു പരാതിയില്ല കേട്ടോ. രാവിലെയും ഉച്ചയ്ക്കും ഒക്കെ കഴിച്ചോളും. സ്കൂളിലോട്ട് കൊണ്ടുപോകാനും രാവിലെ കഴിക്കാനൊക്കെ ചപ്പാത്തി കൊടുക്കുകയാണെങ്കിൽ ഇവർക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ചപ്പാത്തി ആണോ ദിവസം രാവിലെ അവർ ചപ്പാത്തി കഴിക്കും, ഉച്ചയ്ക്കും കൊണ്ടുപോവുകയാണ് ചെയ്യാറ് കേട്ടോ. ഇപ്പം നമ്മുടെ കറിയൊക്കെ റെഡിയായി, കടുകും കൂടി വറവിട്ട് കൊടുത്തു കേട്ടോ. ഈ ചപ്പാത്തിയൊക്കെ ഒന്ന് ചുട്ടെടുക്കണം. നമ്മൾ ചപ്പാത്തി ചുടുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ചപ്പാത്തി ഇടാൻ. ചിലവരൊക്കെ ചപ്പാത്തി ഇട്ടാൽ അങ്ങനെ കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കണത് നമ്മൾ ചപ്പാത്തി ലോ ഫ്ലെയിമിൽ വെച്ച് ചുടാൻ പാടില്ല. എപ്പോഴും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ചപ്പാത്തി ഇടേണ്ടത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് സ്കൂളിലോട്ടൊക്കെ കൊടുത്തൊക്കെ കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് ചപ്പാത്തി ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം എണ്ണ ഒഴിച്ച് നമ്മൾ ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് വൈകിട്ട് വരെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊന്ന് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലഞ്ച് ബോക്സൊക്കെ പാക്ക് ചെയ്തു, കുട്ടികളൊക്കെ പോയതിന് ശേഷം പിന്നെ ഞാനൊന്ന് കഴിക്കും കേട്ടോ. പിന്നെ എന്നിട്ടാണ് ബാക്കി എല്ലാ ജോലിയും ചെയ്യുള്ളൂ. രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നതുകൊണ്ട് തന്നെ പിള്ളേരൊക്കെ പോകുമ്പോഴേക്കും എനിക്ക് വിശക്കൂട്ടോ. അപ്പോൾ ഞാൻ രാവിലെ ഇരുന്ന് കഴിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മിനി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ.